ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പുതിയ പുസ്തകത്തിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ പറഞ്ഞ പോലെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ തന്നെയാണ് പോകുന്നത്. അതിലേക്ക് ഒരു ഹിന്റ് ഞാൻ പറയാം. ബാല്യകാലത്തെ കുറിച്ചാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ബാല്യകാലം എന്ന് വെച്ചാൽ കുട്ടിക്കാലം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെന്റ് എന്ന് പറയാം. അപ്പോ ബാല്യകാലത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ബാല്യകാലത്തിൽ കളിച്ച് ചിരിച്ചടക്കം മാത്രമല്ല, ആ ബാല്യകാലത്തില് കുട്ടികളുടെ കഴിവും അതുപോലെ തന്നെ ബുദ്ധിയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. പുസ്തകത്തിന്റെ പേര് കുട്ടിയാസ് അപ്പൂപ്പനും കുട്ടികളും എന്നാണ്. അപ്പോ ഇതാണ് നമ്മുടെ പുസ്തകം. മിനി പീസ് രചിച്ച കുട്ടിയാസ് അപ്പൂപ്പനും കുട്ടികളും. കുട്ടിയാസ് അപ്പൂപ്പനും കുട്ടികളും എന്ന് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളുടെ ഉറ്റ ചങ്ങാതി ഒരു അപ്പൂപ്പനാണെന്ന്. കുട്ടിയാസ് അപ്പൂപ്പൻ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇത് സാധാ ഒരു അപ്പൂപ്പനല്ല, ഒരു മന്ത്രവാദിയാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മായാവി കഥകളിലുള്ള കുട്ടൂസനെയും ഡാഗനിനെയും പോലത്തെ മന്ത്രവാദികളല്ല. നല്ല കുട്ടികളായിട്ട് ഇണങ്ങി ചെയ്യുന്ന ഒരു മന്ത്രവാദി അപ്പൂപ്പനാണ്. ഇതില് കുട്ടികൾക്ക് ഒരുപാട് കഥകളും ഒക്കെ ഈ കുട്ടിയാസ് അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം കുട്ടിയാസ് അപ്പൂപ്പൻ ഒരു പ്രശ്നം പറ്റാണ്. കുറെ കൊള്ളയടി സംഘം വന്നിട്ട് ഈ അപ്പൂപ്പനെ ശല്യപ്പെടുത്തിയിട്ട് കുറെ കേസുകളിലേക്ക് ഉൾപ്പെടുത്തി പോവാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു പോലീസും പിന്നെ കുറെ കുട്ടികളും ഇതിലത്തെ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് കുട്ടിയാസ് അപ്പൂപ്പനെ രക്ഷിക്കുകയാണ്. ഇത് മാത്രമല്ല കഥ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഫുള്ള് കഥയും പറഞ്ഞു തന്നു അല്ലെ? പക്ഷെ അത് മാത്രമല്ല, ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇതില് കുറെ രസകരമായ കഥകളുണ്ട്. അപ്പൂപ്പന്റെ പാട്ട് കേട്ട് പഴയതുപോലെ കുട്ടികൾ തുള്ളിച്ചാടി. ആ കുഞ്ഞു പാദങ്ങളുടെ താളാത്മക ചലനത്തോടൊപ്പം ഉയർന്നു പൊങ്ങിയ പുതുമണ്ണിന്റെ ഗന്ധം ആത്മാവിൽ നിറച്ച് ഭൂമി ചിരിച്ചു. കുട്ടിയാസ് അപ്പൂപ്പന്റെയും അപ്പൂപ്പനുമായി കൂടാനെത്തുന്ന ചിന്നക്കുട്ടന്റെയും കൂട്ടുകാരുടെയും ആത്മബന്ധം വെളിവാക്കുന്ന നോവൽ. കുട്ടികളിൽ മൂല്യബോധവും സാമൂഹ്യബോധവും ഉണർത്തുന്ന പുസ്തകം. ഇത് ബാല്യ സാഹിത്യം നോവലാണ്. അപ്പൊ കുട്ടിയാസ് അപ്പൂപ്പൻ കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ കുട്ടികൾക്ക്? അപ്പൊ നിനക്ക് ഈ പുസ്തകം വായിക്കാൻ ആഗ്രഹം തോന്നിയില്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർക്കും ഒരുപാട് വായിക്കാൻ തോന്നിയിട്ടുണ്ടാവും ഈ പുസ്തകത്തെ കുറിച്ച്. എന്തായാലും എനിക്ക് ഉറപ്പാണ്. കാരണം നല്ല കുട്ടികളായിട്ട് വളരെ ആ പുസ്തകത്തേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്ന പോലെ നമ്മുടെ മിനി പീസ് രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ വില 70 രൂപയാണ്. ഈ പുസ്തകത്തിൽ 55 പേജുകളാണുള്ളത്. ഫിംഗർ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ഞാനും വായിക്കും, നിങ്ങളും വായിക്കണേ. താങ്ക് യു.